എനിക്ക് വിശക്കുന്നുണ്ടോ? ആ എന്നാ എന്തെങ്കിലും കഴിക്കാം. പിന്നെ എനിക്കും വിശക്കണം. നല്ലൊരു തീരുമാനമാണ്. വന്നേ. നിന്നോട് പറഞ്ഞിട്ടില്ലേ കൈയിട്ട് വരല്ലെന്ന്? ഈ വീട്ടിൽ കൈയിട്ട് വരാൻ അവകാശമുള്ള ഒറ്റ ഞാൻ. അതുകൊണ്ട് ഞാൻ കൈയിട്ട് വാരും. സ്വന്തം പാത്രത്തിൽ അങ്ങ് കൈയിട്ട് വാരിയാ മതി. ഞാൻ പിന്നെ കൈയിട്ട് വാരിട്ടുണ്ടല്ലോ ബാക്കി കാര്യം. അത്യാവശ്യം പാത്രത്തിൽ നിന്ന് കൈയിട്ട് വരാൻ പാടില്ല. എനിക്ക് ഇഷ്ടം, എനിക്കറിയാലോ. എന്നാ പിന്നെ ഞാൻ കൈയിട്ട് വരും. നീ എന്തിനു പാത്രത്തിൽ കൈയിട്ട് വരും? അടി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ അടി ഉണ്ടാക്കൂലെന്ന് പ്രതിജ്ഞ ചെയ്തതല്ലേ? പോയി അവിടെ നിന്നാ എന്തുവാടി നിനക്കെന്താ പ്രശ്നം? നിന്റെ പ്രശ്നം എന്ത്? അത് നിന്റെ പ്രശ്നം പറ. പറഞ്ഞത് അതെന്റെ അവന്റെ വീട്ടിൽ തന്നെ കൈവിട്ട് വരിക. അതിപ്പോ നിനക്കെന്താ പ്രശ്നം? നീ മിണ്ടാണ്ടിരിക്കും. എന്തുവാ പ്രശ്നം? നിന്റെ പ്രശ്നം ഒന്ന് മിണ്ടായിരിക്കോ? അതെ, ഇത്ര വലിയ കാര്യത്തിൽ ഇടപെടാറായിട്ടില്ല കേട്ടോ. ആവുമ്പോ പറയാം അങ്ങ്. അതെ, നീ അവളെ ഉപദേശിക്കാറായിട്ടില്ല. ആവുമ്പോ പറയാം. വേദന എടുക്കണതാ. നീ എന്തിനാണ് പ്ലേറ്റ് ഒക്കെ കൂടെ തലക്കടിക്കാൻ നിൽക്കണേ? എന്തൊരടിയാണ് അടിച്ചത്? സാരല്ല, പോട്ടെ. വെള്ളം കൊടുത്തേ. തലകറങ്ങണ കുടിക്ക്. ആ ഇരിക്ക് കേശു, ഇരിക്ക് പതുക്കെ ഇരിക്ക്. എടാ അവന് പഠിക്കാൻ തോന്നിട്ട് പഠിക്കുന്നതായിരിക്കും. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ അവൻ എന്റെ ബുക്ക് എടുത്ത് വെച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ ബുക്കാണോ? ആ ചേട്ടനെ കിളി പോയി. എന്തുവാടാ കാണിക്കണേ? ചേച്ചിയുടെ ഫ്രണ്ടാണ് ഞാനാ? പിന്നല്ലാതെ ആദ്യമായിട്ട് കണ്ടോണ്ട് ചോദിച്ചാണ്. പണിപാളി. എന്നെ മറന്നുപോയാ? മറന്നൊന്നുമല്ല. ഒരു മിനിറ്റ് ഒന്ന് കൺഫേം ചെയ്തോട്ടെ. നിനക്ക് ബോർഡ് എക്സാം എന്നാടാ? ഇപ്പൊ 2 മാസത്തിനുള്ളിൽ ബോർഡ് എക്സാം അല്ലേ? എന്റെ പൊന്നു ചേച്ചിയെ നന്നായിട്ട് പഠിച്ചാൽ പറ്റത്തുള്ളൂ. തലയൊക്കെ പുകയാണ്. അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുമല്ലോ, 10ാം ക്ലാസ് ആണ്, നന്നായിട്ട് പഠിക്കണം, കൈവിട്ട് പോരെന്ന്. 10ാം ക്ലാസ്സിലെ മാർക്കാണ് നമ്മുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത്. അത് തന്നെ. ഫുൾ A+ പേടിക്കണേ. ഉറപ്പായിട്ടും മേടി. പഠിച്ചോ. എന്താ ഈ സംഭവം വേറെ ഒന്നും അല്ല. ഇവൻ ഒരു വർഷം പുറകോട്ട് പോയത്. അതായത് ഇവന്റെ വിചാരം ഇവൻ 10ാം ക്ലാസ്സിലാണെന്ന്. അതുകൊണ്ടാണ് അവളുടെ ബുക്ക് എടുത്ത് വെച്ച് പഠിക്കുന്നത്. ഇവനെങ്ങനെ പുറമോട്ട് പോയത്? പ്ലേറ്റ് എടുത്ത് വെച്ചോണ്ട് അമ്മാതിരി അടിയിലെ തലക്കടിച്ചത്. മെമ്മറി വല്ലതും കട്ടായി കാണും. അതാണ്. ഇവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നീ ഇവിടെ ഇല്ലല്ലോ. അതാണ് നിന്നെ ഓർമ്മയില്ലാത്ത. പാത്രം എടുത്ത് ഒരടിയും കൂടെ കൊടുത്താ ശരിയാവോ? എന്റെ പൊന്നു കുഞ്ഞ് ഇപ്പം 10ലാണ് എത്തി നിൽക്കുന്നത്. ഒരെണ്ണം കൂടെ കൊടുത്ത വല്ല UKGയിലും പോയിരുന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. എടി, നീ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു ഷോക്കിൽ പോയ ഓർമ്മയും മെമ്മറിയും ഒക്കെ വേറൊരു ഷോക്ക് വരുമ്പോ തിരിച്ചിട്ടുന്ന് ഇവള് പറഞ്ഞാലും കാര്യമുണ്ട്. ഒരടിയും കൂടെ കൊടുത്തുള്ള ബോധം കൂടെ പോയിക്കാൻ എന്ത് ചെയ്യും? ആര് സമാധാനം പറയും? അമ്മ എന്നാ പ്രശ്നമാവൂലേന്ന്. പൊന്നു പാറു, പേടിപ്പിക്കല്ലേ. ചൂട് ഭയങ്കര ചൂടല്ലേ അമ്മ? ഭയങ്കര ചൂട്. പതിവില്ലാതെ കാഴ്ചയല്ല അമ്മ. പഠിക്കണല്ലോ കേശുവേ. എന്തു പറ്റി? ഒന്നല്ലമ്മ, പഠിച്ചേക്കാന്ന് വിചാരിച്ചു. അമ്മമ്മ വേണ്ട, ഞങ്ങൾ 2 പേരോടല്ലേ പോയെ? എന്നിട്ട് 2 പേരോടല്ലേ വരണ്ടെന്നേ? ലച്ചുവും ശീലയൊക്കെ എവിടെ? അവരവിടെ കണ്ടുണ്ട്. പിന്നെ ലച്ചേച്ചി ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ടാ? ഏത് ഫ്രണ്ട്? പേര് ചോദിക്കാൻ മറന്നു. അതുപോട്ടെ, നീ ഈ സമയത്ത് സാധാരണ പഠിക്കാറില്ലല്ലോ. എന്ത് പറ്റി? 10ാം ക്ലാസ്സിലല്ലേ അമ്മ, പഠിച്ചില്ലെങ്കിൽ പണി കിട്ടൂലേ. അന്നിരുന്ന് പഠിക്ക. അമ്മേ, അല്ല ഒരു മിനിറ്റ്. എടാ, നീ ഇപ്പൊ എന്താ പറഞ്ഞേ? അമ്മ എപ്പോഴാ പോന്നേ? അല്ല, അവൻ 10ാം ക്ലാസ് എന്നല്ലേ പറഞ്ഞേ? ഞാൻ എന്ത് പറഞ്ഞു? എന്റെ അമ്മ പഠിക്കണ ചക്കര പഠിക്കാൻ സമ്മതിക്കുമ്പോ ചുമ്മാ അകത്ത്
പോരൊന്ന് പഠിക്കില്ല ചെല്ല് ചെല്ല് പോണ പോ ആ പോണെന്ന് പോ 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 അല്ല ഇവൻ 10ാം ക്ലാസ് എന്നാ പറഞ്ഞേ അവൻ 10ാം ക്ലാസ് എന്നാ പറഞ്ഞേ അല്ലേ അമ്മ ഞാൻ ശ്രദ്ധിച്ചില്ല മോളെ. അതെ ഈ വെയിലത്തുനിന്ന് വന്നോണ്ടുള്ള പ്രശ്നമായിരിക്കും. വെയിലത്തുനിന്ന് അവനാണോ വന്നേ? നമ്മളല്ലേ വെയിലത്തുനിന്ന് വന്നത്. അല്ല വെയിലത്തുനിന്ന് വന്നോണ്ട് അമ്മ കേട്ടതിന്റെ പ്രശ്നമായിരിക്കും. കേട്ടതിന്റെ പ്രശ്നമൊന്നുമല്ല, ഞാൻ കേട്ടതാ വ്യക്തമായിട്ട്. ആ ചിലപ്പോ അവന് തെറ്റിപ്പോയതായിരിക്കും ടങ് സ്ലിപ്പ്. ഇവിടെ കൂട്ടുകാരി എവിടെ വന്നിട്ട്? ഏത് കൂട്ടുകാരി? അല്ല അവൻ പറഞ്ഞല്ലോ ഏതോ കൂട്ടുകാരി വന്നു. ആ ചേച്ചിയുടെ കൂട്ടുകാരി 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 വന്നിട്ട് പോയി. പോയി. ഏത് കൂട്ടുകാരി? അതെന്നെ ഇവിടെ കോളേജിൽ പഠിച്ചാ സംഗീത. അവള് കല്യാണം വിളിക്കാൻ വന്നതാ. കല്യാണം വിളിച്ചിട്ട് അപ്പൊ തന്നെ പോയി. അവളെ കല്യാണ?